വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്താണെന്ന് നോക്കാം. The verbs when used with ordinary verbs to make tenses, passive forms, questions and negatives are called auxiliary verbs. ഈ ഓക്സിലറി വെർബ്സ് എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബാണ്. അത് ടെൻസുകൾ ഫോം ചെയ്യുന്നതിനും അതുപോലെ തന്നെ പാസീവ് വോയിസിലും ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലും ഒക്കെ ഓർഡിനറി വെർബുകളുടെ കൂടെ ഉപയോഗിക്കപ്പെടുന്നവയാണ്. ഈ ഓക്സിലറി വെർബ്സ് രണ്ട് തരത്തിലുണ്ട്. പ്രൈമറി ഓക്സിലറിയും ഉണ്ട്, മോഡൽ ഓക്സിലറിയും ഉണ്ട്. അതിൽ മോഡൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ പ്രൈമറി ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി എന്ന് എന്തുകൊണ്ട് പറയുന്നു അവയെ? പ്രൈമറി ഓക്സിലറി വെർബ്സ് ബി വെർബ്, ഡു ആൻഡ് ഹാവ്, ഇത് മൂന്നുമാണ് പ്രൈമറി ഓക്സിലറി വെർബ്സ് ആയിട്ട് അറിയുന്നത്. പ്രൈമറി അല്ലെങ്കിൽ മെയിൻ ഓക്സിലറി വെർബ്സ് എന്നും കൂടി പറയാം. ഇതും ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കപ്പെടുന്നവ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവ വളരെ പ്രധാനപ്പെട്ടതായി എന്ന് വെച്ചാൽ ഈ മൂന്നിനെയും നമ്മൾക്ക് മെയിൻ വെർബായിട്ടും കൂടെ ഉപയോഗിക്കാൻ കഴിയുന്നു. എന്നാൽ മോഡൽ ഓക്സിലറി വെർബ്സിനെ ഒരിക്കലും നമുക്ക് മെയിൻ വെർബായി ഉപയോഗിക്കാൻ കഴിയില്ല. ഈ ബി വെർബ്, ഡു, ഹാവ്, ഇത് മൂന്നിനെയും നമുക്ക് ഒരു സെന്റൻസിൽ മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ മെയിൻ ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹെൽപ്പിംഗ് വെർബ്. മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയപ്പെടുന്നത്. ഇതിനെ എന്തുകൊണ്ട് മെയിൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്നും മെയിൻ വെർബായിട്ടും നമുക്ക് ഒരു സെന്റൻസിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാം. ദ ഓക്സിലറി വെർബ് ബി. അപ്പൊ ആദ്യത്തെ ബി വെർബിനെ കുറിച്ച് മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വെർബാണ് ഈ ബി വെർബ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കണ്ടിന്യൂസ് ടെൻസസ്. എവിടെയാണ് നമുക്ക് ഈ ബി വെർബിനെയൊക്കെ ഉപയോഗിക്കുക? നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് കണ്ടിന്യൂസ് ടെൻസുകളിലെല്ലാം ഉപയോഗിക്കും. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെയുള്ള ടെൻസുകളിലെല്ലാം ഈ ബി വെർബിന്റെ ഫോംസ്. ബി വെർബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബി വെർബിന്റെ ബേസ് ഫോം എന്ന് വെച്ചാൽ ബി ആണ്, ടു ബി, ബി എന്നുള്ളതാണ്. പക്ഷേ ഈ ബി വെർബിന് പ്രസന്റ് ടെൻസിൽ 3 ഫോംസ് ഉണ്ട്. ഈസ്, ആർ, ആം. പാസ്റ്റ് ടെൻസിൽ 2 ഫോം ഉണ്ട്, വാസ് ആൻഡ് വേർ. അതുകൊണ്ട് തന്നെ ബി വെർബിന്റെ വ്യത്യസ്ത ഫോമുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. പ്രസന്റ് ടെൻസിലത്തെയും പാസ്റ്റ് ടെൻസിലത്തെയും എല്ലാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കണ്ടിന്യൂസ് ടെൻസസ്. ഷീ ഈസ് വർക്കിംഗ്, ഇത് പ്രസന്റ് കണ്ടിന്യൂസ്. ഷീ ഈസ് വർക്കിംഗ്. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? വർക്കിംഗ്. അത് ING ഫോമിലാണെന്ന് മാത്രം. വർക്ക് എന്നുള്ള ബേസ് ഫോമിന്റെ ING ഫോമാണ് വർക്കിംഗ്. അപ്പൊ ഇവിടെ ഷീ ഈസ് വർക്കിംഗ്, അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലത്തെ ഏതാണ് ബി വെർബ്? ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ് ഈസ്. ഹി വാസ് പ്ലേയിങ്, ഇത് പാസ്റ്റ് ടെൻസ്. ബി വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണത്. വാസ് ആൻഡ് വേർ, അതിൽ ഹി ആയതുകൊണ്ട് വാസ്. ദേ വേർ പ്ലേയിങ് എന്നാ വരിക. ദേ പ്ലൂറൽ ആണെങ്കിൽ ദേ വേർ. ഐ ആം റീഡിങ്, അവിടുത്തെ ആം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു. ഐന്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന ബി വെർബിന്റെ ഒരു ഫോമാണത്. അപ്പൊ ബി വെർബുകളുടെ ഡിഫറെന്റ് ഫോംസ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇവ എന്തിൽ ഉപയോഗിക്കുന്നു? ഹെൽപ്പിംഗ് വെർബായിട്ട് ഏതിൽ വരുന്നു? കണ്ടിന്യൂസ് ടെൻസുകളിലെല്ലാം വരുന്നു. ബി വെർബിന്റെ ഫോംസ്. ബി എന്നുള്ളത് ബേസ് ഫോം ആണ്. ഈസ്, ആർ, ആം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. വാസ് ആൻഡ് വേർ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ബീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ബീയിങ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇങ്ങനെ ഈ ഫോംസ് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? ബി വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം, പ്രസന്റ് ടെൻസ് ഫോം എന്നൊക്കെ മനസ്സിലാക്കണം. ഇൻ ദ ഫോർമേഷൻ ഓഫ് പാസീവ് വോയിസ്, അതുപോലെ തന്നെ പാസീവ് വോയിസുകളിലെല്ലാം തന്നെ ബി വെർബ് വേണം, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ദ ഗേറ്റ് വാസ് ഓപ്പൺഡ് ബൈ പ്രീതി, ഇതൊരു പാസീവ് വോയിസ് സെന്റൻസ് ആണ്. ദ ഗേറ്റ് വാസ് ഓപ്പൺഡ് ബൈ പ്രീതി, ഗേറ്റ് പ്രീതിയാൽ തുറക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ സെന്റൻസ് ഒരു പാസീവ് വോയിസ് ആണ്. പക്ഷെ ഇതിന്റെ ആക്റ്റീവ് വോയിസ് എന്താണ്? പ്രീതി ഓപ്പൺഡ് ദ ഗേറ്റ്, അതായിരുന്നു അതിന്റെ ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ ബി വെർബിന്റെ പ്രസൻസ് വന്നു. ഏതാണ് ബി വെർബ്? വാസ്. അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ മെയിൻ വെർബ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എല്ലാം. അങ്ങനെ പാസീവ് വോയിസിന്റെ ഫോർമേഷനിലും നമുക്ക് ബി വെർബിന്റെ ആവശ്യമുണ്ട്.
അപ്പൊ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഏത് ബി വെർബിന്റെ ബേസ് ഫോം ബി തന്നെയാകുന്നു. പക്ഷെ അതിന് പ്രസന്റ് ടെൻസിൽ 3 ഫോം ഉണ്ട്, ഈസ്, ആർ, ആം. പിന്നെ പാസ്റ്റ് ടെൻസിൽ 2 ഫോം ഉണ്ട്, വാസ് ആൻഡ് വേർ. ബീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുന്നു. ബീയിങ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആകുന്നു. എന്നാൽ മറ്റ് വെർബുകൾക്കെല്ലാം തന്നെ ഒരു പ്രസന്റ് ടെൻസ് ഫോം എന്ന് പറയുന്നതാണ് അതിന്റെ ബേസ് ഫോം. ഇപ്പൊ പ്ലേ എന്നായിക്കോട്ടെ, റൈറ്റ് എന്നായിക്കോട്ടെ, അതെല്ലാം അതിന്റെ ബേസ് ഫോം ആണ്. അപ്പൊ ആ ബേസ് ഫോമിനെയാണ് നമ്മൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക. പക്ഷെ ബി വെർബിന് അതിന്റെ ബേസ് ഫോം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, പ്രസന്റ് ടെൻസിൽ 3 ഫോം ഉണ്ട്, പാസ്റ്റ് ടെൻസിൽ 2 ഫോം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യത്തിന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുക. ഇപ്പൊ പ്ലേ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിൽ, പാസ്റ്റ് ടെൻസിൽ എന്താണ്? പ്ലേഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? പ്ലേഡ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ്? പ്ലേയിങ്. അങ്ങനെ ബി വെർബിന് ബേസ് ഫോം ബി ആണെങ്കിലും പ്രസന്റ് ടെൻസിൽ ഈസ്, ആർ, ആം എന്ന ഫോമും പാസ്റ്റ് ടെൻസിൽ വാസ് ആൻഡ് വേർ എന്നുള്ള ഫോമും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഈ പ്രൈമറി ഓക്സിലറി വെർബ്സിൽ ഇവയ്ക്കൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് ബി വെർബിനെ എങ്ങനെയാണ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് എന്ന് നോക്കാം. ഐ ആം ഹാപ്പി. ഇവിടെ ആം എന്ന് പറയുന്നത് ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോം ആണ്. അത് മെയിൻ വെർബായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. SVC എന്ന പാറ്റേൺ കോംപ്ലിമെന്റ് ആണത്. അത് ലിങ്കിങ് വെർബായിട്ട് നിൽക്കുന്നു. ഇവിടെ ആരാ ഹാപ്പി? ഐ ആം ഹാപ്പി എന്ന് പറയുന്ന ഈ സെന്റൻസിൽ മെയിൻ വെർബ് ഏതാണ്? ബി വെർബാണ്. അതിന്റെ പ്രസന്റ് ടെൻസ് ഫോം ആണ് എന്ത്? ആം, ഐന്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഹി ഈസ് എ ഡോക്ടർ. ഇവിടെയും മെയിൻ വെർബായിട്ടാണ് എന്ത് നിൽക്കുന്നത്? ബി വെർബ്. ഏതാണ് ഇവിടുത്തെ ബി വെർബ്? ഈസ്. അതിന്റെ പ്രസന്റ് ടെൻസ് ഫോം ആണ്. ഈസിന്റെ ബേസ് ഫോം എന്താണ്? ബി. ബിന്റെ പ്രസന്റ് ടെൻസിലുള്ള ഒരു ഫോം ആണ് ഈസ്. ദേ ആർ ഡോക്ടേഴ്സ്. ദേ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ബി വെർബിന്റെ തന്നെ ഒരു ഫോം ഉണ്ട് അവിടെ പ്രസന്റ് ടെൻസിൽ, പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കാൻ. ഏതാണത്? ആർ. ദേ ആർ ഡോക്ടേഴ്സ്. അപ്പൊ ഇവിടെയൊക്കെ മെയിൻ വെർബായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള SVC പാറ്റേണുകളിലെല്ലാം എല്ലാത്തിലും അല്ല, വേറെ വെർബും ഉണ്ട്. പക്ഷെ SVCയിൽ ലിങ്കിങ് വെർബായിട്ട് നിൽക്കാറുണ്ട് ബി വെർബ്. The auxiliary verb have. ഹാവിന്റെ ഡിഫറെന്റ് ഫോംസ് എന്താണ്? ഹാവ്, ഹാസ് ആൻഡ് ഹാഡ്. ഇത്രയേ ഉള്ളൂ. ബി വെർബിനെ പോലെ വളരെ ഡിഫറെന്റ് ഫോംസ് ഒന്നുമില്ല. ഹാവ് ആൻഡ് ഹാസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ പെർഫെക്റ്റ് ടെൻസസ്. ഇത് പെർഫെക്റ്റ് ടെൻസിലാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നത്. ഹാവ് എന്ന് പറയുന്നത് എവിടെയാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്? പെർഫെക്റ്റ് ടെൻസസ്. ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഈ സെന്റൻസ് ഹാസ് എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബാണ്. ഫിനിഷ് എന്നുള്ളതാണ് മെയിൻ വെർബ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഫിനിഷ്ഡ്. ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. ഷി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. അപ്പൊ ഈ പെർഫെക്റ്റ് ടെൻസുകളിലാണ് ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡ് എന്നൊക്കെ ഉള്ള വെർബ് ഓക്സിലറി വെർബായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഹാവ് ടു ഈസ് യൂസ്ഡ് വിത്ത് ദ ഇൻഫിനിറ്റീവ് ടു ഇൻഡിക്കേറ്റ് ഒബ്ലിഗേഷൻ. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാവിന്റെ ഫോം ആണ് ഹാവ് ടു. ഈ ഹാവ് ടു എന്നൊക്കെ പറയുന്നത് എന്താണ്? കടമേനെ സൂചിപ്പിക്കാനാണ്. അതിന്റെ കൂടെ ഒരു ബേസ് ഫോമിലുള്ള ഒരു ഓർഡിനറി വെർബും കൂടി വേണ്ടി വരും. അപ്പൊ അതിന്റെ യു ഹാവ് ടു ഗോ എന്ന് വെച്ചാൽ നീ പോയേ തീരൂ എന്നുള്ളതാണ്. നിന്റെ കടമയാണ്. യു ഹാവ് ടു ഗോ. നെക്സ്റ്റ് വീക്ക് എക്സാം ഈസ് കമ്മിങ്, സോ യു ഹാവ് ടു സ്റ്റഡി. അത് നിന്റെ കടമയാണ്. യു ഹാവ് ടു സ്റ്റഡി എന്നുള്ള അങ്ങനെയുള്ള തരത്തിൽ ഈ ഹാവ് ടു ഉപയോഗിക്കാറുണ്ട്. വി ഹാവ് ടു ഗോ ബൈ ട്രെയിൻ. ഞങ്ങൾക്ക് ട്രെയിനിൽ പോയേ തീരൂ, പോവണം എന്നാണ്. ടാക്സി ഒന്നും വിളിക്കാൻ പറ്റില്ല. വി ഹാവ് ടു ഗോ ബൈ ട്രെയിൻ ഓൺലി. അങ്ങനെ ആസ് മെയിൻ വെർബ്. ഇനി ഇതിന്റെ മെയിൻ വെർബായിട്ട് ഹാവ് എവിടെയാണ്? ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ എവിടെയാ മെയിൻ വെർബായിട്ട് വരിക നോക്കാം. ഷി ഹാസ് എ സ്കൂട്ടർ. പൊസഷനെ കാണിക്കുകയാണ്. നമ്മളുടെ സ്വന്തമാണ്, അവളുടെ സ്വന്തം. ഷി ഹാസ് എ സ്കൂട്ടർ എന്ന് വെച്ചാൽ അവൾക്ക് ഒരു സ്കൂട്ടർ ഉണ്ട്. ഷി ഹാസ് എ സ്കൂട്ടർ. ഹി ഹാസ് എ മോട്ടോർ ബൈക്ക്. ഐ ഹാഡ് മൈ ലഞ്ച്. അതുപോലെ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാം. ആഹാരത്തിന്റെ കാര്യങ്ങളിൽ ആഹാരം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഐ ഹാഡ് മൈ ലഞ്ച് at 2 PM yesterday.
ഇന്നലെ ഞാൻ ലഞ്ച് കഴിച്ചത് 2 PM ഐ ഹാഡ് മൈ ലഞ്ച്. ഇവിടെ ഈ ഹാഡ് എന്ന് പറയുന്നതും ഹാസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? മെയിൻ വെർബാണ്. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് അല്ല. ഹെൽപ്പിംഗ് വെർബായിട്ട് അല്ലെങ്കിൽ ഓക്സിലറി വെർബായിട്ട് ഏതിലാ വരിക? പെർഫെക്റ്റ് ടെൻസേഴ്സ്. The auxiliary verb do, does, do, did. Do, does, did. ഇതാണ് അതിന്റെ ഡിഫറെന്റ് ഫോംസ്. ഇതിൽ ഡൂവും ഡസും എവിടെ ഉപയോഗിക്കുന്നത്? പ്രസന്റ് ടെൻസുകളിൽ. ഡിഡ് എവിടെയാ വരിക? പാസ്റ്റ് ടെൻസിൽ. To form the negative and interrogative of the simple present tense and simple past tenses. ഈ ഡു വെർബിന്റെ ഫോംസ് അല്ലെങ്കിൽ ഡു ഒക്കെ എവിടെയാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് നിൽക്കുന്നത് വരുന്നത്? ഏത് സെന്റൻസുകളിലാണ് നമുക്ക് ഓക്സിലറി വെർബായിട്ട് കാണുക? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകൾ അഫർമേറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള അഫർമേറ്റീവ് സെന്റൻസുകളെ നെഗറ്റീവ് സെന്റൻസ് ആക്കണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു ഫോമുകളാണ്, ഡു വെർബിന്റെ ഫോംസ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനുകളിലും ക്വസ്റ്റ്യൻ ഫോം ചെയ്യണമെങ്കിലും സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമിലും ഈ ഡു വെർബാണ് വരുന്നത് ഹെൽപ്പിംഗ് വെർബായിട്ട് അഥവാ ഓക്സിലറി വെർബായിട്ട്. ഷീ ഡസ് നോട്ട് കുക്ക് ദ ഡിന്നർ. ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, പക്ഷെ ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഡസ് എന്നുള്ളത് ഓക്സിലറി വെർബാണ്. മെയിൻ വെർബ് ഏതാണ്? കുക്ക് എന്നുള്ളതാണ് മെയിൻ വെർബ്. ഓക്സിലറി വെർബ് ഡസ്. ഹി ഡിഡ്ന്റ് ഫിനിഷ് ദ വർക്ക്. അവൻ വർക്ക് ഫിനിഷ് ചെയ്തില്ല എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഡിഡ് നോട്ട് എന്നുണ്ട്. അവൻ വർക്ക് ഫിനിഷ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽപ്പിംഗ് വെർബായിട്ട് ഡിഡ് വേണം, കാരണം പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്. ഹി ഡിഡ് നോട്ട് ഫിനിഷ് ദ വർക്ക്. ഏതാണ് മെയിൻ വെർബ്? ഫിനിഷ്. ഇതിനെ ഈ ഒരു നെഗറ്റീവ് സെന്റൻസിനെ ഒരു അഫർമേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റൻസ് ആക്കണമെങ്കിൽ അതെങ്ങനെയാണ്? ഹി ഫിനിഷ്ഡ് ദ വർക്ക് എന്നാണ് വരിക. ഹി ഫിനിഷ്ഡ് ദ വർക്ക്. ആ ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് ആണ് ഹി ഡിഡ് നോട്ട് ഫിനിഷ് ദ വർക്ക് എന്നുള്ളത്. അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസ് അതുപോലെ നെഗറ്റീവ് സെന്റൻസിന്റെ ഫോർമേഷന് ഡൂവിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും. ഡസ് ഷീ കുക്ക് ദ ഡിന്നർ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഫോം. ഡിഡ് ഹി ഫിനിഷ് ദ വർക്ക്? അവൻ വർക്ക് ഫിനിഷ് ചെയ്തോ? പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഡിഡ് എന്നുള്ളത് ഓക്സിലറി വെർബാണ്. ഫിനിഷ് എന്നുള്ളതാണ് ഇവിടെ മെയിൻ വെർബ്. അങ്ങനെ ഡു ഫോംസ് ഒക്കെ നെഗറ്റീവ് സെന്റൻസുകൾ ഫോം ചെയ്യുന്നതിനും ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഫോം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും. ഇനി ഈ ഡു വെർബിന് മെയിൻ വെർബായിട്ട് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അങ്ങനെയുള്ള ഒരു പവറും കൂടി ഉണ്ട് ഈ പ്രൈമറി ഓക്സിലറി വെർബുകൾക്ക്. മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം, ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കാം. വി ഡു ദ ഹോം വർക്ക്. ഇവിടെ ഈ സെന്റൻസിൽ ഇത് മെയിൻ വെർബാണ്. ഡു. സബ്ജക്റ്റ് ഏതാണ്? വി. ഡു എന്ന് പറയുന്നത് മെയിൻ വെർബ്. ദ ഹോം വർക്ക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. വി ഡു ദ വർക്ക്. വി ഡു ദ ഹോം വർക്ക്. ദേ ഡിഡ് ദ പ്രോജക്റ്റ് ലാസ്റ്റ് ഫ്രൈഡേ. ഇതും ഡിഡ് എന്ന് കാണിക്കുന്നത് മെയിൻ വെർബാണ്. ഇവിടെ വേറെ ഇത് ഓക്സിലറി വെർബ് അല്ല. ഇവിടെ ഡു വെർബിനെ നമ്മൾ മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗുണവും കൂടി ഈ പ്രൈമറി ഓക്സിലറീസിനുണ്ട്. മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം, ഓക്സിലറി വെർബായിട്ടും ടെൻസുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 വെർബും വളരെ പ്രധാനപ്പെട്ടതാണ്.